ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെയിൻ ബസേരിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്കതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവരൊരു അമ്പലത്തിൽ എത്തി അവിടെ രാത്രി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുവരെ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ശേഷം എന്താണെന്ന് നോക്കാം. छोटू बाहर खाना बना रहा था. दाल तो बन गई थी पर वह गाकट बना रहा था कि पानी आ गया. അതായത് ചോട്ടു ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ചോട്ടുവിൻ്റെ കൂടെയുള്ള പദയാത്രയാണ് റെയിൻ ബസേരിയമേ. ചോട്ടുവും നമ്മുടെ എഴുത്തുകാരനും കൂടെയുള്ള പദയാത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ചോട്ടു ബാഹർ പുറത്ത്, ഗാന ബന രഹാത്ത പുറത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പിൻ്റെ സാധനമാണ് ഉണ്ടാക്കിയത്. അതായത് പരിപ്പ് കൊണ്ടുള്ള ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കി. അതായത് പരിപ്പ് കറിയോ അതുകൊണ്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ബഹ് ഗാഗഡ് ബന രഹാത്താക്കി പാനിയാകയ. ഗാഗഡ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ്. അപ്പോൾ ആ റൊട്ടി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് വന്നു? പാനി ആകയ എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. प्राय सभी खेतों में या तो सोयाबीन कट रहा है या कटे हुए सोयाबीन के ढेर लगे है. അപ്പം സബി ഖേത്തോമേ അവിടെ എല്ലാ വയലുകളിലും സോയാബീൻ കട്ട് രഹാ ഹെ. സോയാബീൻ കട്ട് രഹാ ഹെ എന്ന് പറഞ്ഞാൽ സോയാബീൻ്റെ വിളവെടുപ്പ് നടക്കുന്നുണ്ട്. കട്ടേ ഹുയെ സോയാബീൻ വിളവെടുത്ത സോയാബീൻ ഡേർ ലഗേ ഹെ ഒരു കൂമ്പാരമായി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇസ് പാനി സെ കിസാനോങ്കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട്, അതായത് വിചാരിക്കാതെ വന്ന ഈ ഒരു മഴ കർഷകർക്ക് കിസാനോങ്കോ വലിയ ഭാരി നുക്സാൻ ഹോ ഗയ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ചോട്ടു ബാഹർ ഗാന ബന രഹാത്ത, അതായത് ചോട്ടു പുറമെ നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. ദാൽ തോ ബൻ ഗയി തി പർ വഹ് ഗാഗഡ് ബന രഹാത്താക്കി പാനിയാകയ. അതായത് പരിപ്പ് കൊണ്ടുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ഗോതമ്പിൻ്റെ ഒരു റൊട്ടി ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ മഴ പെയ്തു. സബി ഖേത്തോമേ യാ സോയാബീൻ കട്ട് രഹാ ഹേ യാ കട്ടേ ഹുയെ സോയാബീൻ കി ഡേർ ലഗേ ഹേ. അതായത് അവിടെയുള്ള എല്ലാ വയലുകളിലും ആ സമയത്ത് സോയാബീൻ വിളവെടുപ്പ് നടക്കുകയായിരുന്നു. വിളവെടുത്ത സോയാബീൻ അവിടെ കൂമ്പാരമായിട്ട് അല്ലെങ്കിൽ കൂട്ടമായി കൂട്ടിവെച്ചിട്ടുണ്ട്, ഒരുമിച്ച് കൂട്ടിവെച്ചിട്ടുണ്ട്. ഇസ് പാനി സെ കിസാനോങ്കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. ഈ ഒരു വിചാരിക്കാതെ വന്ന ഈ ഒരു മഴ കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരുപാട് നഷ്ടം ഉണ്ടാവാൻ കാരണമായി. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. കിസി തരഹ് ചോട്ടുവിനെ ഗാഗഡ് ബനാലിയ. അതായത് എങ്ങനെയൊക്കെയോ നമ്മുടെ ചോട്ടു ആ ഒരു റൊട്ടി ഉണ്ടാക്കി. എന്തായിരിക്കാം? റൊട്ടി ഉണ്ടാക്കുന്നത് ബാഹർ പുറത്ത് നിന്നാണ്. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി. ആ ബുദ്ധിമുട്ടിലും നമ്മുടെ ചോട്ടു എങ്ങനെയൊക്കെയോ ആ റൊട്ടി ഉണ്ടാക്കി. गाना गाकर थोड़ा आराम करके जब सोने लगे तब तक पानी बंद हो चुका था. बाहर बिजली का बल्ब जल रहा था. അപ്പോൾ എന്താണ്? ഗാന ഗാക്കർ ഭക്ഷണം കഴിച്ചിട്ട് തോട ആരാം കർക്കെ ജബ് സോനെ ലഗെ കുറച്ച് വിശ്രമിച്ചിട്ട് അവർ ഉറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ തബ് തക്ക് പാനി ബന്ദ് ഹോ ചുക്കാത്ത അതുവരെ ഉണ്ടായിരുന്ന ആ മഴ അവസാനിച്ചു. അവർ ഭക്ഷണമെല്ലാം കഴിച്ച് ഒന്ന് വിശ്രമിച്ച് അഥവാ ഒന്ന് ഉറങ്ങിയെല്ലാം ഉറങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആ മഴ അവസാനിച്ചു. ബാഹർ ബിജ്ലി ക ബൾബ് ജൽ രഹാത്ത. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, ബിജ്ലി എന്ന് പറഞ്ഞാൽ വൈദ്യുതി എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക്. അപ്പം പുറത്ത് വൈദ്യുതി ബൾബുകൾ ജ്വലിക്കുന്നു. ജൽ രഹാത്ത ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് അവിടെ ബൾബ് ഇട്ടു, ലൈറ്റ് കത്താൻ വേണ്ടി തുടങ്ങി. ओके, अब അടുത്ത് നോക്ക്. रात को जब मैं उड़ा तो मेरे पैरों के पास की गाली दरी पर एक आदमी गुड़ी मुड़ी पड़ा था. എന്താണ്? रात को जब मैं उड़ा तो രാത്രി ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ കാലിനടുത്തുള്ള മേരെ പൈറോം കി പാസ്, ഗാലി ദരി പർ അതായത് എൻ്റെ കാലിനടുത്ത് കാലിയായിട്ട്
ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ദരി, ഇപ്പം ദരി എന്ന് പറഞ്ഞാൽ പായ, വിരിപ്പ് അങ്ങനെയുള്ള ഒരു സാധനം. അപ്പോൾ കാലിയായിട്ട് കിടക്കുന്ന ആ ഒരു വിരിയിൽ അല്ലെങ്കിൽ പായയിൽ एक ആദ്മി, ഒരു മനുഷ്യൻ, ഗുഡി മുടി പടാത്ത, ഗുഡി മുടി എന്ന് വെച്ചാൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം രാത്രിയിൽ ഞാൻ ഉറക്കമൊന്ന് ഞെട്ടിയ സമയത്ത് എൻ്റെ കാലിൻ്റെ അടുത്തുള്ള കാലിയായ ഒരു വിരിയിൽ അല്ലെങ്കിൽ പായയിൽ ഒരു മനുഷ്യൻ ചുരുണ്ടും കൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്മേ കുച്ച് ബി ഓഠാ നഹി താ. ഉസ്നെ കുച്ച് ബി ഓഠാ നഹി താ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നും തന്നെ പുതച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പുതപ്പും ഉണ്ടായിരുന്നില്ല, ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടായത്. അതായത് പുറത്ത് നല്ല മഴ പെയ്ത് നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്, അപ്പോഴും അദ്ദേഹത്തിന് ഒരു പുതപ്പും ഇല്ലാതെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ലേറ്റെ ലേറ്റെ ബഡ്ബഡ രഹാത്ത, ബഡ്ബഡ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ കിടന്നുകൊണ്ട് ആ ഉറക്കത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മാനോ കഹാനി സുനാ രഹാ ഹോ, അതായത് മാനോ കഹാനി സുനാ രഹാ ഹോ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹം എന്തോ ഒരു കഥ പറയുകയാണെന്ന് തോന്നിപ്പോകുമായിരുന്നു. ഫിർ ഏകാഏക് സോറോ സെ ഹസ്നെ ലഗ്ത, അതായത് അദ്ദേഹം ഉറക്കത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ശേഷം ഫിർ ഏകാഏക് സോറോ സെ ഹസ്നെ ലഗത്ത, സോറോ എന്ന് വെച്ചാൽ ഉറക്കെ, ഹസ്നെ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അപ്പം അദ്ദേഹം അത് പറയുന്നുണ്ട്, അതിനിടയിൽ കൂടെ ഉറക്കെ ചിരിക്കുന്നുമുണ്ടായിരുന്നു. ബീച്ച് ബീച്ച് മേ രാമായൺ കി ചൗപ്പായി ബോൾത്ത, ബീച്ച് ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം രാമായൺ കി ചൗപ്പായി ബോൾത്ത എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ വരികളെല്ലാം ചൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിൽ അയാൾ എന്തെല്ലോ പിറുപിറുക്കുന്നുണ്ട്, കേൾക്കുമ്പോൾ അതൊരു കഥയായിട്ട് തോന്നുന്നുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം ഉറക്കെ ചിരിക്കുന്നുണ്ട്, എന്നാൽ രാമായണത്തിലെ വരികൾ പറയുന്നുമുണ്ടായിരുന്നു. ഷായദ് പാഗലുത, അതായത് ചിലപ്പോൾ അദ്ദേഹം ഒരു ഭ്രാന്തനായിരിക്കാം. മേ ചുപ് ചാപ്പ് സോഗയ, ഞാൻ മിണ്ടാതെ ഉറങ്ങി. ചുപ് ചാപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ, സോഗയ ഉറങ്ങി. പാഗൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ഭ്രാന്തനായിരിക്കാം, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ കിടന്നുറങ്ങി. ആരേതെല്ലാം പറയുന്നത്? ചോട്ടു. തോടി ദേർ കെ ബാദ് വഹ് ഉഡ്കർ ബാഹർ ചലാ ഗയ, തോടി ദേർ കെ ബാദ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം, ദേർ എന്ന് പറഞ്ഞാൽ നേരം, ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം, വഹ് ഉഡ്കർ അദ്ദേഹം എണീറ്റിട്ട്, ബാഹർ ചലാ ഗയ പുറത്തേക്ക് പോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയ, എന്നാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചും വന്നു. ദർവാസെ പർ ഗഡാ ഹോക്കർ ഗുര്യ കോൺ ഹോ തും ലോഗ്, അതായത് ദർവാസ എന്ന് പറഞ്ഞാൽ വാതിൽ. അപ്പം ദർവാസെ പർ ഗഡാ ഹോക്കർ എന്ന് പറഞ്ഞാൽ വാതിൽപ്പടിയിലവിടെ നിന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, കോൺ ഹോ തും ലോഗ്, നിങ്ങളൊക്കെ ആരാണ്? യഹം കൈസെ ഗുസ് ആയേ ഹോ, യഹം കൈസെ ഗുസ് ആയേ ഹോ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കയറിയത്? ഗുസ് എന്ന് പറഞ്ഞാൽ കയറുക. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ആരാണ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ കയറിയത്? निरीह से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से में था. निरीह से दिखने वाले इस आदमी, അത് പറഞ്ഞാൽ ശാന്തനായിട്ട് നിന്നിരുന്ന ആ ഒരു മനുഷ്യൻ, ഏകാएक വിക്രാൽ രൂപ ധാരൺ കർ ലിയ, പെട്ടെന്ന് തന്നെ എന്തായി? വിക്രാൽ രൂപ ധാരൺ കർ ലിയ, അതായത് ഭീകരനെ പോലെ ഭീകരരൂപം അദ്ദേഹം ധരിച്ചു. അതായത് പെട്ടെന്ന് തന്നെ ശാന്തനായ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ഭീകരനായിട്ടും മാറി. അബ് വഹ് ബേഹദ് ഗുസ്സേ മേത്ത, അതായത് അപ്പോൾ അദ്ദേഹം വളരെ ദേഷ്യത്തിലായിരുന്നു. അപ്പം കുറച്ച് സമയത്തിന്, ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു കിടന്നുറങ്ങുന്ന അദ്ദേഹം എണീറ്റിട്ട് പുറത്തേക്ക് പോയതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് ആ ഒരു വാതിലിൻ്റെ മുന്നിൽ നിന്നിട്ട്, അല്ലെങ്കിൽ വാതിൽപ്പടിയിൽ നിന്നിട്ട് അവരോട് ചോദിക്കുകയാണ്. ആരോട്? നമ്മുടെ ചോട്ടുവിനോടും നമ്മളെ എഴുത്തുകാരനോടും ചോദിക്കുകയാണ്, നിങ്ങളെല്ലാം ആരാണ്? നിങ്ങളെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്? എന്നിട്ട് ശാന്തനായി നിന്ന അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ഭീകര രൂപത്തിലേക്ക് മാറുകയാണ്. അതായത് അദ്ദേഹത്തിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. ഹംനെ കോയി ജവാബ് നഹി ദിയ, ഞങ്ങൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടിയൊന്നും കൊടുത്തില്ല. ജവാബ് എന്ന് പറഞ്ഞാൽ ആൻസർ അല്ലെങ്കിൽ മറുപടി, ഉത്തരം.
അപ്പോൾ അവർ രണ്ടുപേരും അയാൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുത്തില്ല. വഹ് ജോർ സെ ചീക്ക, അതായത് വഹ് എന്ന് പറഞ്ഞാൽ അയാൾ, അദ്ദേഹം, അങ്ങനെയുള്ള അർത്ഥമാണ്. വഹ് ജോർ സെ എന്ന് വെച്ചാൽ ഉറക്കെ, ചീക്ക, നിലവിളിച്ചു. അപ്പോൾ ഇവർ ഉത്തരമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുകയാണ്, അയാൾ ഉറക്കെ നിലവിളിച്ചു. ഹം ലോഗ് ഉഡ് ബൈട്ടേ. അപ്പോൾ ഇവർ പേടിച്ചിട്ട് എന്താക്കി, ഹം ലോഗ് ഉഡ് ബൈട്ടേ, എണീറ്റിട്ട് ഇരുന്നു. അവരെന്താക്കുന്ന കിടന്നുറങ്ങുന്ന ഉണ്ടായത്. അപ്പോഴാണ് ഈ ഒരു ആൾ വന്നിട്ട് ഇത് ചോദിക്കുന്നതും ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ തന്നെ ഇയാൾ ഉറക്കം നിലവിളിച്ച സമയത്ത് ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ എണീറ്റിരുന്നു. മേനെ കഹ ജിനോനെ യഹ് മന്ദിർ ബൻവായ ഹെ, ആരാണോ ഈ ഒരു മന്ദിർ, അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്, ഉനോനെ ഹമെ യഹാം ടഹ്റായ ഹെ, ഉനോനെ ഹമെ, അവർ തന്നെയാണ് ഞങ്ങളെ യഹാം, ഇവിടെ, ടഹ്റായ ഹെ, താമസിപ്പിച്ചിരിക്കുന്നത്. ദേഖിയെ യഹ് ദരി ഔർ യഹ് ബാൽട്ടി ബി ഉനോനെ ഹി ദി ഹെ, നോക്ക്, ആ പായയും അതുപോലെ തന്നെ ആ ബക്കറ്റും അവർ തന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അയാളോട് പറയുകയാണ്, ഈ മന്ദിരം ആരാണോ പണി കഴിപ്പിച്ചത് അവർ തന്നെയാണ് ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അവർ തന്നെയാണ് ഞങ്ങൾക്ക് ആ പായയും, അതായത് പായ അല്ലെങ്കിൽ വിരി കിടക്കാൻ വേണ്ടിയിട്ടുള്ള, എന്ത് വേണമെങ്കിലും പറയാം, പായയായിട്ടോ അല്ലെങ്കിൽ വിരിയായിട്ടോ പറയാം, പായ അല്ലെങ്കിൽ വിരിയോ ഞങ്ങൾക്ക് അവർ തന്നതാണ്. അതുകൂടാതെ എന്തും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്, ഒരു ബക്കറ്റും കൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരത് അയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ലേക്കിൻ വഹ് പാഗൽ ജോധ ഊൽ ജലൂൽ ബക്നയിലേക്ക, അതായത് എന്നാലും അദ്ദേഹം അല്ലെങ്കിൽ അയാൾ ഭ്രാന്തനെ പോലെ, ഊൽ ജലൂൽ എന്ന് പറഞ്ഞാൽ ഒരു കോലാഹലം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രശ്നത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെ. ബക്നയിലേക്ക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇല്ലാണ്ട് സംസാരിക്കുക, അതായത് പുലമ്പുക എന്നുള്ളൊരർത്ഥം. അതായത് അദ്ദേഹം അവിടെ ഒരു കോലാഹലം സൃഷ്ടിച്ച് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടി തുടങ്ങി. അതും ഒരു ഭ്രാന്തനെ പോലെ, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പനെ ആപ്കോ CID ഇൻസ്പെക്ടർ ബത്താനയിലേക്ക, അപ്പനെ ആപ്കോ എന്ന് വെച്ചാൽ അയാൾ സ്വയം തന്നെ CID ഇൻസ്പെക്ടറാണെന്ന് വരെ പറയാൻ വേണ്ടി തുടങ്ങി. ക്യാ സമജ്തേ ഹോ മേ സാദേ ബേഷ് മേ രഹ്കർ ചോറോം കാ പത ലഗാത്താ ഹോ, എന്താണ് ക്യാ സമജ്തേ ഹോ, നിങ്ങൾക്കറിയാമോ, മേ സാദേ ബേഷ് മേ രഹ്കർ ചോറോം കാ പത ലഗാത്താ ഹോ, അതായത് മേ സാദേ വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ വേഷത്തിൽ എന്താണ് ചോറോങ്കോ പത ലഗാത്താഹും, കള്ളന്മാരെ അന്വേഷിച്ച് നടക്കുന്ന CID ആണ് എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതായത് ഞാനൊരു CID ആണ്, സാധാരണ വേഷത്തിൽ നടന്ന് കള്ളന്മാരെ പിടിക്കാൻ നടക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉസ്കെ സവാൽ ബേസിർ പയർക്കേത്തെ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒക്കെ തന്നെ വെറുതെയുള്ള ചോദ്യങ്ങളായിരുന്നു, ഒരു കാര്യമില്ലാത്ത ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത്. ജവാബ് ന ദേത്തെ തോ ചാബുക്ക് സെ മാർനെ കി ധംകി ദേത്ത, ജവാബ് ന ദേത്തെ തോ, അതായത് ഉത്തരം നൽകിയില്ലെങ്കിൽ ചാബുക്ക്, ചാട്ടവാറ്, സെ മാർനെ, ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്ന്, ധംകി ദേത്ത, ഭീഷണിപ്പെടുത്തി. അതായത് അയാൾ പറയാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി തന്നില്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി. ഇസ്ലിയെ മേ കോയി ന കോയി ജവാബ് ദേത്താ രഹ, അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇസ്ലിയെ മേ കോയി ന കോയി ജവാബ് ദേത്താ രഹ, അതെന്താണ്, അതുകൊണ്ട് ഞാൻ ഓരോന്നിനും ഉത്തരം പറയാൻ തുടങ്ങി. വഹ് ലഗാതാർ ചീക്കത്ത ചില്ലാത്ത രഹ, അയാൾ നിരന്തരം, വഹ് ലഗാതാർ എന്ന് പറഞ്ഞാൽ നിരന്തരം അലറി വിളിക്കാനും നിലവിളിക്കാനും തുടങ്ങി. അതായത് വഹ് ലഗാതാർ എന്ന് വെച്ചാൽ നിരന്തരം, അദ്ദേഹം നിരന്തരം, ചീക്കത്ത ചില്ലാത്ത എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുക, നിലവിളിക്കുക, അലറി വിളിക്കാനും നിലവിളിക്കാനും തുടങ്ങി. ബീച്ച് ബീച്ച് മേ ഹവാ മേ ഏസെ ഹാത്ത് घुमाता मानो हाथ में घोड़ा हो, बीच बीच में हवा में ऐसे हाथ घुमाता मानो हाथ में घोड़ा हो, എന്താണ് ബീച്ച് ബീച്ച് മേ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഹവാമേ, അതായത് വായുവിൽ, ഐസെ ഹാത്ത് ഇത്തരത്തിൽ,
ഹാത്ത് കൈ ഗുമാത്ത കറക്കി, കൈ ഇങ്ങനെ കറക്കി. മാനോ അപ്പോൾ തോന്നും ഹാത്തുമേ കയ്യിൽ കോടാഹോ. കോട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചാട്ടവാറ്. അപ്പം ചാട്ടവാറിൻ്റെ വേറൊരു വാക്കാണ് കോട. അപ്പം എന്താണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചാട്ടവാറുള്ളതുപോലെ അദ്ദേഹം വായുവിൽ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. जब उसकी नाराज़गी बढ़ जाती तब उसका चेहरा क्रोध से विकृत हो उठता. ജബ് ഉസ്കി നാരാസഗി എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ദേഷ്യം ബഡ് ജാതി വർദ്ധിക്കലേക്ക് കൂടുന്നത്, തബ് ഉസ്ക ചെഹ്റ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം, ചെഹ്റ ക്രോധസെ വികൃത് ഹോ ഉടുത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വികൃതമാവുന്നുണ്ടായിരുന്നു. അതായത് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വർദ്ധിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ക്രോധഭാവത്താൽ വികൃതമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെഹ്റ എന്ന് പറഞ്ഞാൽ മുഖമാണ്. അതുപോലെ തന്നെ ബഡ് ജാതി എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക. ജബ് എപ്പോഴാണോ, അപ്പോൾ എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൂടുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ക്രോധം കൊണ്ട് വികൃതമാവുന്നുണ്ടായിരുന്നു. मैंने अपने आप को कभी इतना असहाय അനുഭവം नहीं किया था. എനിക്ക് എന്താണ്, അതായത് എനിക്ക് സ്വയം അപ്നെ ആപ്കോ കബി ഒരിക്കലും ഇത്തന അസഹായ് ഇത്രയും ഒരു ദയനീയമായ അനുഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറയാണ് ഇതിനു മുന്നേ ഇങ്ങനൊരു നിസ്സഹായ അവസ്ഥ ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ ലേഖകൻ പറയുകയാണ്. ലാച്ചാർ ഹാമുസ്കി ഗൗസ് സഹത്തെ രഹേ. അപ്പം ലാച്ചാർ ഹാമുസ്കി ഗൗസ് സഹത്തെ രഹേ എന്ന് വെച്ചാൽ ലാച്ചാർ എന്ന് പറഞ്ഞാൽ നിസ്സഹായരായിട്ട്, ഞങ്ങൾ നിസ്സഹായരായിട്ട്, ലാച്ചാർ എന്ന് പറഞ്ഞാൽ നിസ്സഹായരായിട്ട്, ഹമുസ്കി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭീഷണി സഹിച്ചു. അപ്പം നിസ്സഹായരായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭീഷണി സഹിച്ചു. പാസ് പഡോസ്മേ കൈ ഗർത്തെ അതായത് അതായത് അയൽവക്കത്തായിട്ട് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. അവർ താമസിക്കുന്നത് എവിടെയാണ്, ഇപ്പം ഒരു അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡുകളിലെല്ലാം ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. ഹമാരി സഹായത കെ ലിയെ ക്യോം കോയി ആ നഹി രഹ. അത്രയും വീടുകളുണ്ടായിട്ടും ഹമാരി സഹായത കെ ലിയെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ക്യോം എന്തുകൊണ്ട്, കോയി ആ നഹി രഹ ആരും വന്നില്ല എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ലേഖകൻ. അത്രയും വീടുകളുണ്ടായിട്ടും ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ആരും തന്നെ വന്നില്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അത് ലേഖകൻ ചോദിക്കുകയാണ്. അപ്പം 19-ാമത്തെ പേജ് കഴിഞ്ഞു. നമ്മൾ 20-ാമത്തെ പേജിലെത്തി ടെക്സ്റ്റ് ബുക്കിൽ. ക്യാ കോയി സമജ്താ നഹി കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ. വീണ്ടും ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ക്യാ കോയി, എന്താണ് അവർക്ക് സമജ്താ നഹി കി മനസ്സിലായിട്ടില്ലേ, ഹമാരെ സാത്ത് ഞങ്ങളുടെ അടുത്ത്, ക്യാ ഹോ രഹാ ഹെ നടക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലേ, അതാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് എന്ത് പ്രശ്നമാണ് നടക്കുന്നതെന്ന് അവർക്കൊന്നും മനസ്സിലായിട്ടില്ലേ. ഐസാ ലഗ്താ താ മാനോ യഹ് രാത് കബി ഖതം ഹി നഹി ഹോഗി. അപ്പം ഐസാ ലഗ്താ താ എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നി, മാനോ യഹ് രാത്ത് അതായത് അദ്ദേഹത്തിന് തോന്നുകയാണ് ഈ രാത്രി ഖത്മ ഹി നഹി ഹോഗി, ഈ രാത്രി അവസാനിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. അതായത് അവർ ചോദിക്കുകയാണ്, ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ഒരുപാട് വീടുകളുണ്ട്, പക്ഷെ ആരും തന്നെ ഞങ്ങളെ സഹായിക്കാൻ വരുന്നില്ല, എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു പ്രശ്നത്തെപ്പറ്റി മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കുമോ സഹായിക്കാൻ വരാത്തത് എന്ന് ലേഖകൻ സ്വയം ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ രാത്രി അവസാനിക്കുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു രാത്രി അവിടെ നടക്കുന്നത്.
അപ്പോൾ ആ ഭ്രാന്തനെ പോലുള്ള ആൾ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അതിൽ ഇടപെടാൻ വരുന്നില്ല. ഇവർക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ആ രാത്രി എന്താ തീരാത്തത് എന്നുപോലെ നമ്മുടെ ലേഖകന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. തബി ഉസ്കാ ധ്യാൻ കോനെ മേ രഖേ ഹമാരെ സാമാൻ കി ഓർ ഗയാ. തബി ഉസ്ക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാൻ, ശ്രദ്ധ, കോനേമേ രഖേ, അതായത് അവിടെ മൂലയിൽ വെച്ച, കോർണറിൽ ഉള്ള, ഹമാരെ ഞങ്ങളുടെ, സാമാൻ കി ഓർ ഗയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാധനങ്ങളിലേക്കായി. അപ്പോൾ അയാളുടെ ശ്രദ്ധ ആ ഒരു മൂലയിൽ വെച്ച അവരുടെ സാധനങ്ങളിലേക്കായി. ഇസ്മേ ക്യാ ഹേ, മുझे इसकी തലാശി ലേനി ഹോഗി. ഇസ്മേ ക്യാ ഹേ, അപ്പോൾ ചോദിക്കുകയാണ് ഇതിൽ എന്താണ്. മുझे इसकी തലാശി ലേനി ഹോഗി, എനിക്ക് അത് ഒന്ന് അന്വേഷിക്കണം. തലാശി എന്ന് വെച്ചാൽ അന്വേഷിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇസ്മേ ക്യാ ഹേ മുझे इसकी, എനിക്കിത് ഒന്ന് അന്വേഷിക്കണം. മുझे ചിന്ത ഹുയി ഉസ്മേ സബ്ജി കാട്ട്നെ കാ ചാക്കു ബി താ. മുझे ചിന്ത ഹുയി എന്ന് വെച്ചാൽ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്താണ്, ഉസ്മേ സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, പച്ചക്കറികൾ മുറിക്കുവാനുള്ള, ചാക്കു എന്ന് പറഞ്ഞാൽ കത്തി കൂടെ അതിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലേഖകന് ഓർമ്മ വരികയാണ് ആ ഒരു നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ച ആ ഒരു സഞ്ചിയിൽ എന്തുണ്ടായിരുന്നു, പച്ചക്കറി മുറിക്കാനുള്ള ഒരു കത്തി കൂടെ ഉണ്ടായിരുന്നു. കഹി ബഹു ഉസ്കെ ഹാത്ത് ലഗ് ഗയാത്തോ. അപ്പം ലേഖകൻ ആലോചിക്കുകയാണ് കഹി ബഹു ഉസ്കെ ഹാത്ത്, അദ്ദേഹം ആ ഒരു സഞ്ചിയിൽ ഇങ്ങനെ അന്വേഷിക്കുന്ന അല്ലെ പരുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ കത്തി കൊണ്ടാലോ എന്ന് ലേഖകൻ ആലോചിക്കുകയാണ്. ഇങ്ങനെ പറയുകയാണ് അതിലൊരു കത്തി ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടാലോ എന്ന് നമ്മുടെ ലേഖകൻ ഓർത്തു പോവുകയാണ്. മേരെ ഭീത്തർ ബൈക്ക് എക്ക് ഹില്ലോർസെ ഉടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ ഒരു അല്ലെങ്കിൽ പേടിയുടെ ഒരു തരംഗം, ഹിലോർ എന്ന് വെച്ച തരംഗം ഉണർന്നു. അപ്പോൾ ഭയത്തിൻ്റെ ഒരു തരംഗം തന്നെ ഉണർന്നു. എന്താണ് ഭയം? ആ ഒരു സഞ്ചിയിൽ നോക്കുന്ന സമയത്ത് ആ കത്തി, സബ്ജി മുറിക്കുന്ന ആ ഒരു കത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊള്ളുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ലേഖകൻ്റെ മനസ്സിൽ ഉണ്ടായി. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? അതായത് അവർ അവിടെ അമ്പലത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലേഖകന് ഉറക്കം ഞെട്ടി. ആ സമയത്ത് കാലിൻ്റെ അടുത്ത് ആരോ ഒരാൾ ആ ഒരു പായയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ ഇവർ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് മഴ വന്നിട്ട് എങ്ങനെയൊക്കെയോ ഗോതമ്പിൻ്റെ ആ ഒരു റൊട്ടി ഉണ്ടാക്കി. ആ റൊട്ടി ഉണ്ടാക്കിയതിന് ശേഷം അവരതെല്ലാം കഴിച്ചിട്ട് വിശ്രമിക്കാൻ കിടന്ന് ഉറക്കം വരുന്ന സമയത്താണ് ത്തേക്ക് മഴ നിന്നു. അങ്ങനെ മഴ നിന്ന് കുറച്ച് കഴിഞ്ഞു അവർ ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ലേഖകന് ഉറക്കം ഞെട്ടിയ സമയത്ത് നോക്കുമ്പോൾ കാലിൻ്റെ അടുത്ത് പായയിൽ ഒരാൾ കിടക്കുന്നുണ്ട്, അറിയാത്ത ഒരാൾ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് അയാൾ ഉറക്കത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, കഥകൾ പോലെ തോന്നുന്നുണ്ട്, അതിനിടയ്ക്ക് ചിരിക്കുന്നുണ്ട്, പിന്നെ രാമായണമെല്ലാം പറയുന്നത് പോലെയെല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് അദ്ദേഹം ഒരു ഭ്രാന്തനാണെന്ന് കരുതിയിട്ട് നമ്മുടെ ലേഖകൻ മിണ്ടാതെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് അയാൾ എണീറ്റിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് ഇവരോട് രണ്ടാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങളെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്? അപ്പോൾ നമ്മുടെ ലേഖകനും ചോട്ടും കൂടെ പറയുകയാണ്, ഞങ്ങൾ ഈ അമ്പലം ആരാണോ പണി വഹിപ്പിച്ചത് അദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. അദ്ദേഹം ഞങ്ങൾക്ക് ഒരു കിടക്കാനുള്ള പായയും അതുപോലെ തന്നെ ബക്കറ്റും തന്നിട്ടുണ്ട്. അതും കഴിഞ്ഞു. അങ്ങനെ ഇയാൾ വെറുതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ലേഖകൻ ചിന്തിച്ചു പോവുകയാണ്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു പരിസരത്ത്, അതായത് അയൽവാസികളെല്ലാം ഒരുപാട് വീടുകളുണ്ട്, ആരും തന്നെ ഈ ഒരു പ്രശ്നം കേൾക്കുന്നില്ല. അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കുമോ അവർ വരാത്തത്, ഇതിൽ ഇടപെടാത്തതെന്ന് ലേഖകൻ ചിന്തിച്ചു പോവുകയാണ്.
അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താണ് ആ ആൾ പറയാണ് ഞാനൊരു CID ആണ്, ഞാൻ വേഷം മാറി വന്നിട്ട് കള്ളന്മാരെ പിടിക്കുന്ന ആളാണ് നിൽക്കുന്നത്. എന്നിട്ട് അവരോട് പറയാണ് നിങ്ങളുടെ അവർ അവിടെ വെച്ച് അവരുടെ സാധനം നോക്കിയിട്ട് പറയാണ് ആ സാധനം എന്താണ്, അതിലെന്താണുള്ളത് എനിക്ക് അന്വേഷിക്കണം എന്ന് പറയാണ്. അത് കേട്ട നമ്മുടെ ലേഖകൻ മനസ്സിലാലോചിക്കുകയാണ്, സബ്ജി മുറിക്കാനായിട്ട്, അത് പച്ചക്കറി മുറിക്കാനായിട്ടുള്ള കത്തി ആ ബാഗിലുണ്ട്, ഇനി അതുകൊണ്ട് അയാളുടെ കൈ എങ്ങാൻ മുറിയുമോ എന്ന് ലേഖകൻ ചിന്തിച്ചു പോകുന്നുണ്ട്. ആ ചിന്ത അദ്ദേഹത്തിൽ ഒരു പേടി തന്നെ ഉണ്ടാക്കിയാണ്. ആ കത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടാലോ എന്നുള്ളൊരു ഭയം നമ്മുടെ ലേഖകൻ്റെ ഉള്ളിൽ ഉണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വേർഡ് മീനിങ്ങും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബായ്.